നിന്റെ വിവാഹത്തിന്റെ തലേന്ന് അള്ളാഹു വിരോധിച്ച എല്ലാ തോന്നിവാസങ്ങളും നിന്റെ വീട്ടിൽ വെച്ച് നീ നടപ്പാക്കുമ്പോൾ നിന്റെ ഈ വിവാഹത്തിന്റെ ഭാവി എങ്ങനെയാണെന്നും ഭാര്യയും നീയും തമ്മിലുള്ള ബന്ധം ഇനി എങ്ങനെയാണെന്നും നിന്റെ കുടുംബജീവിതം എങ്ങനെയാണെന്നും ഇനി മേലിൽ നിനക്ക് നിന്റെ ഉമ്മയും നിന്റെ ഭാര്യയും സന്തോഷത്തോടെ ജീവിക്കുമോ, എന്റെ ബാപ്പയും എന്റെ അമ്മോശനും സന്തോഷത്തോടെ ഒരുമിച്ച് നീങ്ങുമോ, ഞാനതിന്റെ ഉള്ളിൽ അരഞ്ഞിപ്പോകുമോ എന്നതിനെ കുറിച്ച് ഓ ചെറുപ്പക്കാരാ നിനക്ക് വല്ല വിവരവുമുണ്ടോ? ചോദിക്കട്ടെ, ഈ ചെറുപ്പക്കാരനെയും കൂട്ടിയായി ആ ദാമ്പത്യ ജീവിതവും കുടുംബ ജീവിതവും നയിച്ച് സന്തോഷകരമായ സന്താനങ്ങളുണ്ടായി മരണം വരെ ആ സന്താനങ്ങൾ മുഖേന സന്തോഷിപ്പിക്കാനുള്ള കഴിവ് അല്ലാഹുവിനല്ലാതെ വിവാഹം കഴിച്ചവർക്കുണ്ടോ, കഴിച്ചു കൊടുത്തവർക്കുണ്ടോ, നേതൃത്വം കൊടുക്കുന്നവർക്കുണ്ടോ, നിശ്ചയിച്ചവർക്കുണ്ടോ, നടപ്പാക്കിയ ഉമ്മ ബാപ്പക്കുണ്ടോ? അധികാരമുള്ളവൻ ഒന്നൽ കല്യാണ ദിവസം അതാ സ്വന്തം ശരീരത്തിലുള്ള എല്ലാ സ്വർണവും അണിഞ്ഞ് ഏറ്റവും ഭംഗിയുള്ള വസ്ത്രവും ധരിച്ച് സ്റ്റേജിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് എല്ലാ പുരുഷന്മാർക്കും സ്വന്തം ശരീരത്തിന്റെ ഭംഗി പച്ച ഹറാം, ഖുർആനിന്റെ വിരോധം വിലവെക്കാതെ, ഹബീബ് നബിതങ്ങളെ വിലവെക്കാതെ സ്റ്റേജിന്റെ മേലെ പുതിയ പെണ്ണിനെ കയറ്റി പ്രദർശിപ്പിക്കുന്ന കുറെ മുതലാളിമാരില്ലേ, അതിന് കൂട്ടുനിന്ന് കൊടുക്കുന്ന കുറെ ഉമ്മമാരും കുറെ പെൺകുട്ടികളുമില്ലേ? ഞാൻ ഇത് പറഞ്ഞത് എന്തേ നമുക്ക് സ്ത്രീകൾക്ക് വേറെ തന്നെ ഒരു റൂട്ടും വേറെ തന്നെ ഒരു വകുപ്പും ഉണ്ടായിക്കൂടെ? ഈ ആണും പെണ്ണും കലർന്നിട്ട് മുസ്ലിമുകളെ കല്യാണം നടക്കണം. എന്റെ വീട്ടിൽ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഒരാൾ കല്യാണത്തിന്, ഞാൻ അറിയില്ല, അയാളെ കണ്ടിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് അയാൾ എന്നോട് പറഞ്ഞു എന്റെ ഭാര്യയും വന്നിരുന്നു കൂടെ. എന്നിട്ടോ ഭാര്യ ഞങ്ങളെ വീട്ടിൽ കയറാതെ തിരിച്ചു വന്നു. എന്തേ കല്യാണത്തിന് വീട്ടിൽ ഭാര്യയും കൂട്ടി വന്നാൽ ഭാര്യ കല്യാണത്തിന് വന്നിട്ടില്ലേ, ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട്? ഇല്ല, നിങ്ങളെ വീട്ടിൽ കല്യാണത്തിന് വന്നപ്പോ ഒരൊറ്റ പെണ്ണിനെയും കാണാത്തോണ്ട് ഞാൻ മനസ്സിലാക്കി പെണ്ണുങ്ങൾ ഉണ്ടാവില്ല, അതുകൊണ്ട് അവളെ വണ്ടിയിൽ തന്നെ ഇരിക്കുക. എന്നിട്ട് ഭക്ഷണം കൊടുക്കാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത വേദനയായി പോയി. എന്റെ മൂത്താമിന്റെ ആചാരമുണ്ടോ? കടുത്ത ഹറാം. എന്നോട് ആരോ പറഞ്ഞു, ഏതോ ഒരു പോലീസുകാര് ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കറക്കുന്നത് കണ്ടപ്പോ എല്ലെണ്ണത്തിനെ പിടിച്ചിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ ഇട്ടെന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമായി. ആ പോലീസുകാരെ കണ്ടിട്ട് എല്ലാവർക്കും ഞാൻ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാൻ. തോന്നിയ ദിവസം ചെയ്യുന്നതിനൊരു കണക്കില്ല. എന്തേ അച്ചടക്കത്തോടുകൂടി മുസ്ലിമീങ്ങൾക്ക് ജീവിച്ചാൽ അള്ളാഹു തആല ആരോഗ്യം തരുമ്പോൾ തോന്നിയാസം ചെയ്യല, അള്ളാഹു തആല ആരോഗ്യം തരുമ്പോൾ ഏത് ഹറാമും ചെയ്യല. ചോദിക്കണം പണ്ഡിതന്മാരോട്, ഇത് ഹലാലാവോ ഹലാലാവൂലേ? വെറുതല്ല. കുറെ മുസ്ലിംമാര് തലയെ കെട്ടും കെട്ടി പോവാ. എല്ലാ സ്ഥലത്തും ഉറൂസ്, എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും ക്ലാസ്, എല്ലാ സ്ഥലത്തും സംഘടന, എല്ലാ സ്ഥലത്തും എല്ലാ പരിപാടിയും ഉണ്ട്. മനുഷ്യരിങ്ങനെ മുമ്പ് ഒരു മഹാൻ പറഞ്ഞിരുന്നു, നന്നാക്കല് ചോറ് വിളക്കാല് ബാറ് അങ്ങനല്ലേ ഇപ്പൊ ഉള്ളത്? എന്തേ നമുക്ക് തെക്കവയോടുകൂടെ ജീവിച്ചാൽ? എന്തുകൊണ്ട് അച്ചടക്കത്തോട് ഇരുന്ന് ഭക്ഷണം കഴിച്ചു പോകാന്നല്ലാതെ ഈ അറന്റെ ഉള്ളിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യം എന്താണ്? അറന്റെ ഉള്ളിൽ പോകലാണെന്നും തിരക്കുകളില്ല. പെൺകുട്ടി ഇല്ലാത്ത സമയത്തായിരിക്കും എന്ന് വിചാരിക്കാം, നമ്മൾ നല്ല വിചാരിക്കാം. പക്ഷെ അവിടെയുള്ള കണ്ണാടി പൊട്ടിച്ച്, ക്ലോസറ്റ് പൊട്ടിച്ച്, അവിടെയുള്ള സാധനമൊക്കെ നശിപ്പിച്ച്, വന്ന് കയറുന്ന സമയത്ത് കുറെ കതിന പൊട്ടിച്ച്, പച്ച തെറ്റായ ഏതൊക്കെ കാര്യങ്ങളെന്ന് അറിയോ? ഈ കതിന പൊട്ടിച്ച് എവിടുന്നോ ഒരു സ്ഥലത്ത് കതിന പൊട്ടിക്കുമ്പോ ഏതോ ആൾക്കാർ പറഞ്ഞു പോലും, മക്കളെ നിങ്ങൾ പൊട്ടിക്കല്ലേ, അപ്പുറത്തെ ഒരു സക്കറാത്ത് കിടക്കുന്ന ഒരു ഉമ്മ ഉണ്ട്, ആ ഉമ്മാക്ക് പെട്ടെന്ന് കേട്ടാ എന്തോ പറ്റിപ്പോവും. അതൊന്നും വില വെക്കാതെ യുവാക്കള് അങ്ങോട്ട് പൊട്ടിച്ച ഉമ്മ മരിച്ചുപോയി. ഉമ്മാനെ കൊന്ന കുറ്റം കിട്ടൂല ഇവർക്ക്? ഇന്നാലില്ലാഹി വ ഇന്നാ. സുഹൃത്തുക്കളോടും ഉണ്ടാവും. ഈ സുഹൃത്തുക്കളും ഈ പെണ്ണുമായിട്ട് എന്താ ബന്ധം? പച്ച ഹറാം. അവനല്ലാത്ത ഒരൊറ്റ പുരുഷനങ്ങോട്ട് കയറാൻ പറ്റില്ല. അവന്റെ സ്വന്തം ബാപ്പക്ക് നിക്കാഹ് കഴിഞ്ഞാൽ കയറാം. കാരണം ബാപ്പ സ്വന്തം ബാപ്പന്റെ സ്ഥാനത്തായി. സ്വന്തം ബാപ്പാന്റെ അഞ്ചിന് കയറാൻ പറ്റൂല, ബാപ്പാന്റെ ജ്യേഷ്ഠന് കയറാൻ പറ്റൂല, അതുപോലെ തന്നെ ഉമ്മാന്റെ ആങ്ങൾക്ക് കയറാൻ പറ്റൂല, അവനുമായി ബന്ധമുള്ള വേറെ ആർക്കും പറ്റൂല. ബാപ്പക്ക് കയറാം, ബാപ്പന്റെ ബാപ്പക്ക് പറ്റും. അങ്ങനെ തുടങ്ങി ബാപ്പയല്ലാത്ത ഒരാൾക്കും പറ്റൂല. അവന്റെ ജ്യേഷ്ഠനും അനുജനൊന്നും കയറാൻ പറ്റില്ല. ഇത് അന്യസ്ത്രീയാണ്. ഈ അന്യസ്ത്രീക്ക് ആദ്യം തന്നെ നിക്കാഹ് ചെയ്ത് അതിന് ഹറാമാ. ഈ നിക്കാഹ് ഖിയാമത്ത് നാൾ വരെ തുടരേണ്ട ബന്ധല്ലേ? ഇതിലല്ലേ നല്ല സാലിഹികളായ മക്കൾ ജനിക്കേണ്ടത്? തുടങ്ങുമ്പോൾ തന്നെ ഹറാമും ചെയ്തിട്ടാ തുടങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഒരു മേലിൽ അങ്ങനെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ വെറുതെ പറഞ്ഞല്ലേ, റസൂലുള്ളാഹിനെ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളോട് പറയും,
അൽ ഐനാനി സിനാഹുമ നദറു, രണ്ട് കണ്ണിന്റെ വ്യഭിചാരമാണ്, സിനയാണ് നോട്ടം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ പെൺകുട്ടീനെ എങ്ങനെ കാണിച്ചു കൊടുക്കൽ ഏത് ശറയിലാണ് അനുവദിക്കപ്പെട്ടത്? ആരാണ് ഇത് നടപ്പാക്കിയത്? അള്ളാന്റെ ദീനിനൊരു വിലയും കൽപ്പിക്കാതെ തോന്നിയാൽ സുബ്ഹാനല്ലാഹ്. ഞാൻ ഇന്ന് രാവിലെ ഒരു ചെറുപ്പക്കാരനായ മുസ്ലിയാരെ വിളിച്ച് ഞാൻ ചോദിച്ചു, നിങ്ങളെ ഈ ബൈക്കുള്ള ഒരു മുസ്ലിയാ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, കല്യാണം നടക്കുമ്പോൾ എന്തൊക്കെ ഇപ്പൊ നടക്കലെന്ന് ചോദിച്ചാൽ വെറുതെ ചോദിച്ചതാ. കാരണം വലിയ പൈസയും മുതൽക്ക് കാറിന്റെ വാടകയും കൊടുത്തിട്ട് ആൾക്കാർ അതിനുണ്ടിയത് മൂല്യാരം ക്ഷണിക്കാൻ ഞാനാകെ ബേജാറായി പോയി. ഇതാണ് സ്റ്റേജുമ്മല് ഈ കല്യാണം കഴിക്കുന്ന പെൺകുട്ടീനെ സ്റ്റേജുമ്മ കയറ്റിയിട്ട് ഇങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ വീഡിയോയിൽ പിടിക്കുന്നു. പച്ച വ്യഭിചാരം. ഞാൻ വെറുതെ പറഞ്ഞില്ലേ റസൂലുള്ളാഹിനെ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണോ? അമ്മോശനെയും കൂട്ടിക്കോ, നീയും പൊയ്ക്കോ, എവിടെയെങ്കിലും ഒരു റൂമിലിരുന്നോ, രണ്ട് സാക്ഷികളെയും നിർത്തിക്കോ, എന്നിട്ട് നിന്റെ അമ്മോശൻ നിന്നോട് പറയട്ടെ, എന്റെ മകളെ നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തന്നിരിക്കുന്നു ഇത്ര മഹറിന്, അപ്പൊ നീ അത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് നീയും അവളെ